മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ്, LTT തിരുവനന്തപുരം എക്സ്പ്രസ്, ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് എന്നിവയാണ് വഴിതിരിച്ചു വിട്ടത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, എവിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്? നിലവിൽ ഈ ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു എന്നുള്ളത് മാത്രമാണോ? ഏതെങ്കിലും ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ രത്നഗിരി ജില്ലയിലാണ് ഇന്ന് വൈകിട്ട് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ട്രാക്കിലേക്ക് മണ്ണ് വീണ് ഗതാഗതം പൂർണ്ണമായി തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. ഈ സമയം ഇതുവഴി കടന്നു പോകേണ്ടിയിരുന്ന ട്രെയിനുകൾ പലതും അതിന് മുൻപുള്ള സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും റെയിൽവേ ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നതായുള്ള വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ പലതും ഇതുവഴി വഴിതിരിച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് അതിപ്പോൾ കല്യാൺ, ലോണാവലെ, പൂനെ, മഡ്ഗാവ്, തോങ്കൂർ വഴി മാഹം ജംഗ്ഷനിലേക്ക് എത്തുന്ന രീതിയിൽ വഴിതിരിച്ചു വിടുന്നു. ഇതേ രീതിയിൽ തന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് വഴിതിരിച്ച് വിടുന്നുണ്ട്. ലോകമാന്യ തിലകിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ട്രെയിനും ഇപ്പോൾ ഇതേ വഴി തന്നെ പൂനെ വഴി വഴിതിരിച്ച് മഡ്ഗാവിൽ ഗോവയിലെത്തിയതിനു ശേഷം മംഗളൂരുവിലേക്ക് എത്തുന്ന രീതിയിൽ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ചില ട്രെയിനുകൾ അത് റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ദിവ രത്നഗിരി പാസഞ്ചർ എക്സ്പ്രസ് ഇന്ന് ഉണ്ടായിരുന്ന ട്രെയിന് ഇത് പൂർണ്ണമായി തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം റെയിൽവേ തുടരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊങ്കണിൽ സമാനമായ രീതിയിൽ വലിയ മണ്ണിടിച്ചിൽ തുരങ്കത്തിൽ ഉണ്ടാകുകയും വലിയ തോതിൽ ട്രെയിൻ ഗതാഗതത്തെ അത് ബാധിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്ന് വരും മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.